IFPHന്റെ 1952 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മുസ്തഫ KT സാർ, BSc SPGCVH, റിട്ടയർഡ് സീനിയർ വെറ്ററിനറി സർജൻ, കേരള സർക്കാർ. വെറ്ററിനറി ചികിത്സയിൽ ഹോമിയോപ്പതി എൻ്റെ അനുഭവം എന്ന വിഷയത്തിൽ ആണ് ഇന്ന് സാർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ ഡോക്ടർ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഡോക്ടറുടെ ചികിത്സാ പരിചയങ്ങൾ നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ മുസ്തഫ KT സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. നല്ല വാക്കുകൾ കൊണ്ട് ഇൻട്രൊഡക്ഷൻ നടത്തിയ മറിയാമ്മ മാഡത്തിന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കണമെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞ ധനേഷ് സാറിനും, അതുപോലെ തന്നെ അബ്ദുസലാം സാറിൻ്റെ ഇവിടെ അദ്ദേഹമാണ് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് കണ്ടതിൽ വളരെയധികം നന്ദി. എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഹോമിയോപ്പതി ഒരു ഡിവൈൻ നോളജാണ്. ഹോമിയോപ്പതിൻ്റെ വെർച്യൂസ് കിട്ടുന്ന ക്ലയൻസ് ആയാലും അതേപോലെ തന്നെ അതിൻ്റെ എനിമൽസ് ആയാലും പ്രത്യേക ഒരു ദൈവിക അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് അനുഭവം. കാരണം പലപ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന പല കണ്ടീഷനുകളും വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ പോവുകയും സാമ്പത്തികമായും ഒക്കെ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകും. അവസാനം അത് ഡെത്തിലേക്ക് പോകുന്ന പല വിഷയങ്ങളെയും നമുക്ക് വളരെ നന്നായി പ്രോപ്പറായിട്ട് ഒരു കേസ് ടേക്കിങ്ങിലൂടെ നമുക്ക് ആ എനിമൽസിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹോമിയോപ്പതിയിലൂടെ കഴിയുന്നത്ര മറ്റ് സിസ്റ്റങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. നമുക്ക് ഏതു തരം ജീവിയായാലും, അത് ചെറിയ ഫിഷ് ടാങ്കിൽ വളർത്തുന്ന ഫിഷ് ആയാലും അല്ലെങ്കിൽ ആനയായാലും പശുക്കളായാലും മറ്റ് ഉരകവർഗങ്ങളിൽപ്പെട്ട പാമ്പുകളെ പോലത്തെ ജീവികളായാലും ഏത് ജീവികളായാലും നമുക്കതിനെ വ്യക്തമായിട്ട് അതിൻ്റെ സിംറ്റംസ് ഒക്കെ നോട്ട് ചെയ്യുകയും ഒക്കെ കൃത്യമായ ഒരു ഒബ്സർവേഷനിലൂടെയും പഠനത്തിലൂടെയും നമുക്കത് അതിൻ്റെ കൃത്യമായ മരുന്നുകൾ കണ്ടെത്തുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അതിന് ആ ജീവിക്കും ഒരു ഭാഗ്യം വേണം, ആ ഓണർക്കും ഒരു ഭാഗ്യം വേണം എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു 2 ആഴ്ചയോളം ചികിത്സിച്ച് പല ഇഞ്ചക്ഷൻസുകളൊക്കെ ചികിത്സിച്ചൊരു ലേഡി, ഒരു പശുവിൻ്റെ ഒരു ഓണർ, അത് ഞാൻ നേരത്തെ ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന മേത്തൂർ പഞ്ചായത്തിലായിരുന്നു. അവർ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ അറിയില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാനവിടെ 1 കൊല്ലവും 2 മാസവും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ തന്നെ നമ്മളെ വീടിന്ന് ഒരു 13 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവരറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് ചലഞ്ച് ചെയ്ത് പറഞ്ഞു. അതൊരു മോർ ദാൻ 1 വീക്ക് ഒന്നും കഴിക്കാതെ നിന്ന ഒരു കേസാണ്. ഫൈലേറിയ എന്ന ഹീമോപ്രോട്ടോസോയിൻ ഡിസീസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. നമ്മളതിന് ചലഞ്ച് ചെയ്തു, നാളെ മരുന്ന് കൊണ്ടുകൊണ്ട് അത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് വെള്ളം കുടിച്ച് തുടങ്ങും, മറ്റന്നാളത്തേക്ക് അത് പുല്ല് തന്നു. പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് അവർ അത്ഭുതപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ പതുക്കെ അതിൻ്റെ പ്രൊഡക്ഷനും നല്ല പൈസക്ക് അവർ വാങ്ങിക്കൊണ്ടുവന്ന ഒരു പശുവായിരുന്നു. ഇപ്പം നമ്മളത് അതിൻ്റെ നോർമൽ പാലിൻ്റെ അളവിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഓരോ ഇതിനും ഒരു ജീവിക്കൊരു അതിനൊരു ഭാഗ്യം വേണം ഇതിലേക്ക് വരണമെങ്കിൽ. നമുക്ക്
ഏതുതരം ഡിസീസ് കണ്ടീഷനെയും നമുക്ക് ഇതിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രധാനമായും നമുക്ക് വൈറൽ ഡിസീസുകളിൽ ഫലപ്രദമായ ഒരു ചികിത്സ പല കേസിലും ഇല്ല. അതിന്റെ സിംറ്റംസ് അനുസരിച്ച് അതിന്റെ കോംപ്ലിക്കേഷനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സും കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഒരു ഫുൾ ആയിട്ടുള്ളൊരു ക്യൂർ തന്നെ നമുക്ക് ഹോമിയോപ്പതി അഡോപ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പം പല സ്ഥലങ്ങളിലും പ്രശ്നമായിട്ടുള്ള ചർമ്മമുഴ രോഗം, LSD എന്ന് പറയും, ലംബി സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ FMD, കുളമ്പ് രോഗം, ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മറ്റുള്ള മെഡിസിൻസ് കൊടുത്ത് അതിന്റെ ബോഡി ബുദ്ധിമുട്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കിട്ടുക വെച്ചാൽ നമ്മളെ അടുത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 or 3 days കൊണ്ട് തന്നെ അത് ഒരു 75% to 90% ക്യൂറിലേക്ക് എത്തും. പിന്നെ ഒരു 2-3 ദിവസം കൊണ്ട് അത് ഫുൾ ക്യൂറിലേക്ക് എത്തും. FMD ഒക്കെ തന്നെ സ്റ്റാർട്ടിങ്ങിലാച്ചാൽ വിത്തിൻ ദ നെക്സ്റ്റ് 2 or 3 days എനിമൽ നോർമൽസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ നന്നായിട്ട് കേസ് മനസ്സിലാക്കണം, അതിന്റെ സിംറ്റംസിന്റെ ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും പെക്യൂരിയൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യണം, അതിനനുസരിച്ച് മരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് അതിനൊരു കാര്യം. അല്ലാതെ നമുക്ക് പനി കാണുന്നുണ്ടല്ലോ പാരസിറ്റമോൾ കൊടുക്കൂ എന്നുള്ള തരത്തിലല്ല. വളരെയധികം നല്ല ക്ലീൻ ഒബ്സർവേഷൻ വേണം. അതിൽ നമ്മൾ മൈൻഡ് നമ്മൾ അതിന് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് ഇത്ര ദിവസം കൊണ്ട് ഈ 24 hours കൊണ്ടത് പുല്ലുന്നും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ വെറ്റിനറി ക്ലിനിക്കൽ മെഡിസിനിലും അതേപോലെ തന്നെ മെറ്റീരിയ മെഡിക്കലിലും അതിന്റെ റെപ്പർട്ടറി സെഷനിലും ഒക്കെ തന്നെ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആവുന്നോ അത്ര മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു വെർച്വവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് എല്ലാ കേസും ഒരുപോലെ കണ്ടിട്ട് ഒരു ജനറലൈസ്ഡ് ആയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഹോമിയോയുടെ ഒരു പ്രയാസം. അത് തന്നെയാണ് ഹോമിയോയുടെ ഒരു വെർച്വയും, അതിന്റെ ഒരു ബ്യൂട്ടിയും അത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം അതിനെ ഒബ്സർവ് ചെയ്യുന്നോ, എത്രത്തോളം അതിന്റെ സിംറ്റംസ് നോട്ട് ചെയ്യുന്നോ, അതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല കേസുകൾക്ക് റിസൾട്ട് കിട്ടും. അത് സ്പീഷീസ് ഒരു പ്രോബ്ലം അല്ല. എന്നാലും നമ്മൾ ആ ഓരോരോ സ്പീഷീസിനും സ്പെസിഫിക് ആയിട്ട് വരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതായത് ഒരു നല്ല വെറ്റിനറി ഡോക്ടറെ കാണാൻ ഒരു നല്ല വെറ്റിനറി ഹോമിയോപ്പതി ഡോക്ടറെ ആകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം. നമ്മൾ കുറച്ച് കർഷകർ ഇതിൽ അവരുടെ അനുഭവം പങ്കുവെക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഞാൻ ഫോട്ടോസും ഇതൊന്നും ശരിയാക്കിയിട്ടില്ല. 2 ദിവസം പനിയായിട്ട് ഇതായിരുന്നു. അതുകൊണ്ട് ധനേഷ് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പ്രിപ്പയർഡ് അല്ല, ഫോട്ടോസ് ഒന്നും സെറ്റാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ ഫീൽഡിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ പശുവിൻ്റെ ഇൻഫെർട്ടിലിറ്റി ഒരു പ്രധാന വിഷയമായിട്ട് കിടക്കുകയാണ്. നമുക്ക് നന്നായിട്ട് അത് ഒബ്സർവ് ചെയ്യുകയും അതിൻ്റെ എക്സാമിനേഷനൊക്കെ നടത്തിയാൽ, ഫിസിക്കൽ എക്സാമിനേഷനും കൂടി നടത്തുന്ന ഒരു കേസാണെങ്കിൽ 90 to 100% ഷ്യൂറിറ്റിയിൽ നമുക്ക് ബൊവൈൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇതേപോലെ തന്നെ ആൾക്കാർ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിതാപകരമായ അവസ്ഥ. പക്ഷേ റിസൾട്ട് കിട്ടിയാലും ചിലപ്പോൾ അതിനൊരു ഫീഡ്ബാക്ക് തരാൻ പോലും പലപ്പോഴും ചില ആൾക്കാർ തീരെ ഇതാവുന്നില്ല എന്നുള്ളതാണ്. അത് ഹ്യൂമൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ വെറ്റിനറി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോ ഒരു ഫാമിലുള്ള എനിക്ക് അങ്ങനെ തന്നെ ഒരു അനുഭവം ഉണ്ട്. ഒരു 36 അനിമൽസ് 2 കൊല്ലത്തോളം പലവിധ ട്രീറ്റ്മെന്റുകളും ഹോർമോൺ അസയും USD ഒക്കെ വെച്ചിട്ടുള്ള എല്ലാം ചെയ്തിട്ട് അവര് ഉപേക്ഷിച്ചൊരു 36 പശുക്കളെ നമ്മൾ പോയി എക്സാമിൻ ചെയ്ത് മരുന്ന് കൊടുത്ത് 36ഉം പ്രസവിച്ചു. അതേസമയം അതിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ടൊരു വർത്താനം ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മളിപ്പം ഒരു വീട്ടില് 10 എണ്ണത്തിനെ ട്രീറ്റ് ചെയ്തു, അതിൽ ഒന്ന് കൺസീവ് ചെയ്തില്ലെങ്കിൽ ആ 10 എണ്ണം കൺസീവ് ചെയ്തതും അത് മിൽക്കിങ്ങിലേക്ക് വന്നതിനെ കുറിച്ചൊന്നും അവർ പറയൂല. നമ്മളെ എവിടെയെങ്കിലും ഒരു പബ്ലിക് സ്പേസിൽ ബസ്സിലോ അല്ലെങ്കിൽ ടൗണിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ആ ഒരു പശുവിനെ ഇണ പിടിച്ചില്ലല്ലോ, അതിന് വിറ്റല്ലോ എന്നുള്ള തരത്തിൽ ഉള്ള ഒരിതാണ്. അത് ഹ്യൂമൻ ഇൻഫെർട്ടിലിറ്റിക്കാരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അത് അലോപ്പതി ആയാലും ഹോമിയോ ആയാലും, ആ കപ്പിൾസ് അത് ആരോടും പറയാൻ നിൽക്കില്ല. അവര് 10 ലക്ഷം ചെലവാക്കിയാലും കുട്ടിയില്ലെങ്കിലും മിണ്ടാതിരിക്കുകയുള്ളൂ. അതേസമയം നമ്മളെ ഇതിട്ട് അനലൈസ് ചെയ്ത് 100 പശുവിനെ ഇതാക്കിയാൽ 99ഉം പ്രസവിച്ച് കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ആ ഒന്നിനെ കുറിച്ചാണ് ഇയാൾ ബസ് എന്നൊക്കെ വിളിച്ചു പറയുക, ഡോക്ടറെ അതിനെ ഞാൻ അറക്കാൻ കൊടുത്തു കേട്ടോ എന്ന് പറയും. അത് ഞങ്ങൾക്ക് വെറ്റിനറിയൻസിനുള്ളൊരു പ്രയാസമാണ്. പലപ്പോഴും ലാർജ് അനിമൽ പ്രാക്ടീസിൽ നമ്മള് പബ്ലിക്കിന്റെ ഇതിലൊക്കെ വെച്ചിട്ടാണ് പലപ്പോൾ സർജറി ഒക്കെ ചെയ്യുക. അതൊക്കെ കമന്റുകളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്നത്. വെറ്റിനറിയൻസിന്റെ നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രയാസമാണ് അത്. നമ്മൾ അതിന്റെ സ്പിരിറ്റിൽ എടുക്കുകയാണ് ചെയ്യാറ്. പണ്ടൊക്കെ നമ്മൾ അതിനെ പ്രതികരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അതിന്റെ ഒരു ശരിയായ അതിന്റെ ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ് എന്ന് മനസ്സിലായത്. ആർക്കെങ്കിലും കുറച്ച് പേര് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ. റൈമൺസ് TF ഒരു പുതിയ പേര് കാണുന്നുണ്ട്. ഒരു ഷമീല കെ. അത് റൈമൺസ് സാറ് പറഞ്ഞിട്ടുള്ള കർഷകനാണോ? റൈമൻസ് എന്നുള്ള പേരിലാണോ എന്ന് അറിയില്ല. ഒരു ഗോപാലൻ വരാൻ ചാൻസ് ഉണ്ട്, ഒരു കണ്ടിട്ടില്ലേ? രാജേഷ് വരാൻ സാധ്യതയുണ്ട്. അവരുടെ പേര് വെച്ചിട്ടാണോ വരുന്നതെന്നുള്ള എനിക്കറിയില്ല. അല്ല, ഞാൻ പേരില്ലാതെ മൊബൈൽ ആയതുകൊണ്ട് എല്ലാം ഒന്നും കാണുന്നില്ല. ഇതിനകത്ത് ഇപ്പം സാറ് പറഞ്ഞ ഈ പേരില്ല, ഈ ഇങ്ങനെ ഒരു പേര് കാണുന്നുണ്ട് പുതിയ. ഒന്ന് അവരോടൊന്ന് അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. റെയ്മൻ സാർ ഒന്ന് അവരൊന്ന് അഡ്മിറ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. ചെയ്താലും മതിയായിരുന്നു. ഉള്ളവര് വസ്ത്രപ്രവർത്തകർ വിളിച്ച് ഈ ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതിയായിരുന്നു. എങ്കിലും നമുക്ക് അൺമ്യൂട്ട് ചെയ്യാലോ. ആരെങ്കിലും ഇന്ന് കർഷകരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഈ റെയ്മൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ പക്ഷിപ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് പല 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 ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടുത്തിയാൽ പോലും അത് പോസിറ്റീവ് കണ്ടാൽ നമ്മൾ അതിൻ്റെ 1 കിലോമീറ്റേഴ്സ് ചുറ്റളവിലുള്ള ഏരിയൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ ബേർഡ്സിനെയും കൊണ്ടുകളയുക എന്നുള്ളതാണ് നിലവിലുള്ള പ്രോട്ടോകോൾ. അങ്ങനെ ഒരു പ്രോട്ടോകോൾ നിലനിൽക്കുന്നിടത്താണ് ഉണ്ട് തന്നെ നമുക്കതിനെ ട്രീറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുക എന്നൊന്നും നമ്മളെ പ്രസന്റ് നിയമവ്യവസ്ഥ പ്രകാരം നമുക്ക് അതിൽ ഫെയിലിയർ ആണ്. വളരെ സുന്ദരമായിട്ട് അതൊക്കെ ട്രീറ്റ് ചെയ്യാനാവും എന്നാണ് നമുക്കുള്ള നിലവിലുള്ള വിജ്ഞാനം വെച്ചിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഫാമിന് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ ഡെത്ത് റേറ്റ് കുറച്ചിട്ട് ബാക്കി ഷെഡിലെല്ലാം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ അപ്പോഴത്തേക്ക് റിസൾട്ട് വരികയും ആ ഏരിയ കണ്ടെയ്ൻമെന്റ് സോണായി മാറുകയും ആ ഫാമിലുള്ള മുഴുവൻ ബേഡ്സിനെയും കൊന്നുകളയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. അതൊക്കെ വലിയ ലെവലിൽ ഇടപെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാനാവുള്ളൂ. ഇപ്പം നമുക്ക് ആരെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരു പ്രസന്റേഷൻ ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടില്ല. ധനേഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനുള്ള പ്രിപ്പറേഷൻ നടന്നിട്ടില്ല എന്നുള്ളത്.
ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഹാൻഡ് ഉണ്ടെങ്കിൽ റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ചർമ്മമുഴ രോഗം എന്ന് പറയുന്നത് ഓരോരോ വർഷവും കഴിയുന്നതിന്റെ സിംറ്റംസിൽ വേരിയേഷൻ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമൂല് ഒരു കോമ്പിനേഷൻ എന്തോ മെഡിസിൻ ഇറക്കി എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ ഗുജറാത്തിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് പറയുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എഫക്റ്റീവ് ഇപ്രാവശ്യം ഇല്ല എന്നുള്ളത്. പിന്നെ ഈ ചർമ്മമുഴ രോഗത്തിന് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാടൻ ബ്രീഡുകൾ നമ്മളിപ്പോൾ ഇവിടെ വെച്ചൂര്, കാസർഗോഡ് ഡർഫ്, പൊങ്ങന്നൂര്, ഗിർ ഇങ്ങനെയുള്ള തനി ഇന്ത്യൻ ബ്രീഡ്സുകൾ ഹൈലി സസെപ്റ്റബിൾ ആണ്. മറ്റ് ക്രോസ് ബ്രെഡ് പശുക്കൾ ജേഴ്സി HF ഒക്കെ പോലെയുള്ള ഇതിൽ മെയില് ബിലോ 1 ഇയർ ഒക്കെയാണ് സസെപ്റ്റബിലിറ്റി കൂടുതൽ, ഡെത്ത് റേറ്റും കൂടുതൽ. പക്ഷെ ഈ നാടനാവുമ്പോൾ എസ്പെഷ്യലി ചെറിയ കന്നുകുട്ടികളൊക്കെ പല മരുന്നുകളോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ പല തരത്തിലും അതിനെ ശ്രമിച്ചിട്ടും കൈവിട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിന്റെ സക്സസ് റേറ്റിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ അതിന് നല്ലൊരു പനി ഉണ്ടാവും. ആ പനിയും വിറയലൊക്കെ കാണുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 80 to 90% സക്സസ് റേറ്റ് ഉണ്ട്. അതല്ല കുറേ ആന്റിബയോട്ടിക് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത് വെച്ചാൽ സക്സസ് റേറ്റ് നന്നായിട്ട് കുറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും സിവിയറിറ്റിയിലാണ് ഇപ്രാവശ്യം എപ്പിസോഡ്സ് വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് ഏതുതരം അനിമൽസിനെയും ട്രീറ്റ് ചെയ്യാനാവും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. പഠിക്കാതെ ചെയ്യുന്നവരുണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹോമിയോപ്പതിക്ക് ചീത്തപ്പേര് വരുത്തുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തരാം, അതങ്ങ് കൊടുത്തു നോക്ക്, ചിലപ്പോൾ രക്ഷപ്പെടും, ഒരു പേരിനാണ് നല്ല തരത്തിലുള്ള ഇതൊന്നും പഠിക്കാത്ത ചില വെറ്റ്സും അല്ലാത്ത പാരാവെറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അത് ആക്ച്വലി ഹോമിയോപ്പതിന്റെ ഗ്ലോറിക്ക് ക്ഷതം വരുത്തുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കാതെ ചെയ്യുന്നേരം കൃത്യമായിട്ട് ആ കേസ് ഡീറ്റെയിൽസ് സ്റ്റഡി നടത്താതെ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തങ്ങ് ഒഴിവാക്കുന്ന രോഗത്തിൽ ചെയ്യുന്നത് ഹോമിയോപ്പതിക്കാണ് പേര് ദോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഈ വെറ്ററിനറി ഡോക്ടേഴ്സിന് അതിനുള്ള നല്ല ട്രെയിനിങ് കിട്ടുന്നുണ്ടോ ഹോമിയോപ്പതി ചികിത്സിക്കാനുള്ള? ഹോമിയോപ്പതിന്റെ നമ്മളിപ്പോ കോഴ്സ് നിലവില് പോണ്ടിച്ചേരിയിലും ലുധിയാനയിലും പിന്നെ നമ്മളെ കോളേജിലാണ് ഉള്ളത്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് എത്രത്തോളം ശരിയാണെന്നുള്ള അറിയില്ല. ഒരു കർണാടകയിലുള്ള ഒരു ഫാർമക്കോളജി ഹെഡ് പ്രൊഫസർ കോളേജുകൾക്ക് ഈ കോഴ്സ് നടത്തുന്ന കോളേജുകൾക്ക് കത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോയിട്ട് അൺസയന്റിഫിക് ആയിട്ടുള്ള പഠിപ്പിക്കാൻ പാടില്ലാത്ത സാധനം ബ്ലോക്ക് ചെയ്യും, സുപ്രീം കോടതിയിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. കറക്റ്റ് അറിയില്ല. കഴിഞ്ഞ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ, ഇല്ലെങ്കിൽ ജനുവരിയിൽ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്നോട് ഒരു കർണാടകയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞതാണ്. കർണാടകയിലെ ഒരു കോളേജിലെ ഫാർമക്കോളജി ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം കത്തുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇൻ കേസ് തുടങ്ങുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യുന്നു. പിന്നെ നമ്മളെ കർണാടകയില് നമ്മളെ കേരളത്തിൽ നവീൻ സാറിനെ പോലെ കർണാടകയിലെ ഡോക്ടർമാരെ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവന്ന് വിശ്വനാഥ് റെഡ്ഡി സാർ എന്ന് പറഞ്ഞ സാറ് ഇന്ന് രാവിലെ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം കർണാടകയില് ഇതിനു വേണ്ടിയിട്ട് ഹോമിയോപ്പതിന്റെ പ്രൊപ്പഗാൻഡയ്ക്ക്, വെറ്റനറിയൻസിന്റെ ഇടയ്ക്ക് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ ധീരമായ നടപടികൾ നടത്തിയ ഒരു സാറായിരുന്നു. അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടില്ല. നമുക്ക് അർപ്പിക്കാം. പിന്നെ ഇനി രമാദേവി അമ്പാടി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രമാദേവി മാഡം,
ഗുഡ് ഈവനിങ് നമസ്കാരം. മുസ്തഫ. മുസ്തഫ ഡോക്ടറോട് ഒരു നന്ദി പറയാനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. അതായത് ഞാൻ മുസ്തഫ ഡോക്ടർക്ക് അറിയാം, എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കൊരു പെറ്റുണ്ട്, ഡാഷ്. അവൾക്ക് ടിക്ക് ഫീവർ വന്നു. ടിക്ക് ഫീവർ വന്നിട്ട് ഒരു 4 ഡേയ്സ് കൊണ്ട് ഞാനിവിടെ വെറ്റിനറി ഇതിൽ പോയിട്ട്, ക്ലിനിക്കിൽ പോയിട്ട് ഏകദേശം 12,500 റുപ്പീസ് ചിലവാക്കി. അവർ ഇത് എന്താണ് IV കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് ആംബുലൻസ് കൊണ്ടുപോയി, അങ്ങനെയെല്ലാം ചെയ്തിട്ട് 12,500 റുപ്പീസ് 4 ഡേയ്സ് കൊണ്ട് ചിലവായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോഴും അവർ പറയുന്നത് ഒരു ഹോപ്പ്ലെസ് ആണ്, ഒരു 10% ഒരു ഹോപ്പ് ഞങ്ങൾക്ക് തോന്നണില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇനി എത്ര ദിവസം ഞാൻ ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇനിയും 16 ദിവസം കൂടി ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള ആകെയുള്ള കൂട്ട് അതാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ആകെയുള്ള കൂട്ട് ഈ ഡാഷാണ്. എന്നിട്ട് അപ്പം മനോജ് ഒരു ദിവസം ഞാനിങ്ങനെ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വയ്യ മനോജ്, ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് മനോജ് ചോദിച്ചു, മുസ്തഫ സാർ ഡോക്ടറോട് ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ഒന്നും ഓർമ്മ വരുമല്ലോ. അപ്പോൾ ഞാൻ ഉടനെ മുസ്തഫ ഡോക്ടറെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഒരു മെഡിസിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. അതായത് ടിക്ക് ഫീവറിന് ഡോക്ടർ കൊടുക്കുന്നത് മെഡോറിനും ടോട്ടാലിസും ഫെറംഫോസും ആഴ്സാൽബും ചൈനയും എല്ലാം 200 എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കൊടുത്ത്, അപ്പോൾ 4 ദിവസം കൊണ്ട് അവള് പച്ചവെള്ളം, 5-6 ദിവസം കൊണ്ട് 5-8 ദിവസം കൊണ്ട് കഴിക്കണ്ടില്ല. ഞാൻ ആസാൽബൊക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഈ മെഡിസിൻ കൊടുത്ത് നെറ്റ് പോയെന്ന് തോന്നുന്നല്ലേ. നെറ്റ് കേൾക്കാമോ? അല്ല, ഇടയ്ക്ക് കേട്ടില്ല കേട്ടോ. ഇടയ്ക്ക് കേട്ടില്ല ആണോ? മാഡം. അപ്പോൾ ഞാൻ ഒരു 2 ഡേയ്സ് എത്ര വരെ കിട്ടൂ? 4 ദിവസമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 4 ദിവസമായിട്ട് കൊടുക്കുന്നു, ആ ഒരു ഭാഗം വരെ കേട്ടെ. ആഴ്സാൽബൊക്കെ കൊടുത്തോണ്ടിരുന്നു. മാഡം ഒന്ന് അഡ്മിറ്റ് ചെയ്യണേ. എന്തോ മ്യൂട്ടായി പോയി. അതായത് ആഴ്സാൽബൊക്കെ കൊടുത്തോണ്ടിരുന്നു 4 ദിവസമായി, അവിടം വരെ കേട്ടുള്ളൂ. കേൾക്കാമോ ഇപ്പോൾ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം. എന്നിട്ട് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു. അപ്പോൾ മനോജ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ മുസ്തഫ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. മുസ്തഫ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ എനിക്കൊരു മെഡിസിൻ പറഞ്ഞു തന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് 2 ഡോസ് കൊടുത്ത് 3ാമത്തെ ഡോസായിട്ട് അവിടെ എൻ്റെ അടുത്ത് വന്ന് എന്നിങ്ങനെ തോണ്ടുക കാണിക്കാനായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോക്ക് വിശക്കുണ്ടോ, എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോൾ അവളെ അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടം. ഇതിൻ്റെ ഉള്ളിൽ വളരണ പട്ടിയാണ് കേട്ടോ. ഇതിലൂടെ ഞാൻ വെളിയിലല്ല വിട്ടിരിക്കണേ, ഉള്ളിലാണ് വളർത്തുന്നത്. അപ്പം അവളെ അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടം കൊടുത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ നല്ല അസുഖമായിട്ട് കഴിച്ച് ഒരു 2-3 മണിക്കൂർ അവൾ ഒരേ ഉറങ്ങി. അതിനുശേഷം പിന്നെ അവളെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വന്നിട്ടില്ല. ആ നന്ദി എനിക്ക് മുസ്തഫ ഡോക്ടറോട് എത്ര പറഞ്ഞാലും വീണ്ടും നെറ്റ് സൗണ്ട് പോയി. മാഡം ഒന്നും കൂടെ നെറ്റ് പോയതാന്ന് എന്തോ തോന്നുന്നു. അത് നന്ദി പറയാൻ വേണ്ടി ഞാൻ മെഡിസിൻ ഒന്നുകൂടെ പറയാമോ മാഡം? എന്തോ മെഡിസിൻ ഒന്നുകൂടെ പറയാമോ? മെഡോറിനും ക്രോട്ടാലസും ആഴ്സാൽബും മെഡോറിനും ക്രോട്ടാലിസും
ക്ലിയർ ആവുന്നില്ലല്ലോ. അയ്യോ, നെറ്റ് പ്രോബ്ലം ആണ്. മെഡോറിനം ആ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേട്ടു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. മെഡോറിനം ഇനി ഒന്ന് മ്യൂട്ടായി പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വെളിയിൽ വരാം. എൻ്റെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്. കാണാമോ? കേൾക്കാമോ? കേക്കാം. കേൾക്കാം കേൾക്കാം. ഇതേ എന്റെ പെറ്റിനെ കാണിച്ചു തരാം. കാണുന്നുണ്ട്, ഞങ്ങള് കണ്ടോണ്ടിരിക്കുക. അയ്യോ, ഇത് അതല്ല, ഇത് വേറെ കേസാണേ. ഇത് ഇത് വേറെ വേറെയാ. ഇത് ഡാഷാണല്ലോ. അല്ല, ഇത് വേറെ. ഇത് ഒരു സുഹൃത്ത് ചോദിക്കാനായിരുന്നു. അപ്പൊ ഹലോ, ഇല്ല, മാഡത്തിന്റെ സ്ക്രീൻ കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല. എന്നെ കാണാനില്ല അല്ലേ? അല്ല, സ്റ്റോപ്പ് ചെയ്താലേ കാണാം. അല്ല, അതല്ല, വേറെ ചോദ്യത്തിന് വേറൊരാൾ അയച്ചു തന്നത് ഇത് എന്താണ് രോഗം, ഇത് എങ്ങനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് മുസ്തഫ സാറിനോട് ചോദിച്ചത്. സാർ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഇതിന്റെ പോസ്റ്റർ ഇങ്ങനെ തന്നെയാണോ? പാരാപ്ലീജി എങ്ങനെയാണോ? ഇത് നടക്കുന്ന അനിമൽ ആണോ? ഡീറ്റെയിൽസ് കിട്ടണം. ഇത് ഡോഗാണ്, പട്ടിയാണല്ലോ. ഡോഗാണ്. ഡോഗ് അത് നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നതാണോ അതോ ഈ അല്ല, നിൽക്കുന്നുണ്ടല്ലേ? അതെ അതെ, നിക്കുന്ന കണ്ട. അതിന്റെ മുതുക് മേത്തൊക്കെ ഇങ്ങനെ എക്സിമ പോലെ, അത് ഇതാണോ? ഇച്ചിങ് ഉണ്ടോ? ഇച്ചിങ്ങിന് ടൈം മൊഡാലിറ്റി ഉണ്ടോ എന്നും ചോദിച്ചു നോക്കും. വേണു സംസാരിക്കുക. ഡോക്ടർ വേണു ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഹലോ, ഇതെന്താണെന്നും ആ രോഗം ഒന്ന് പറയാമോ? പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടർ വേണു ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. വേണുഗോപാൽ ഡോക്ടറാണോ? അതെ അതെ. ഹലോ, കേക്കാം? കേക്കാം. ഹലോ. ഡോക്ടർ, ഇത് എൻ്റെ ഒരു പേഷ്യന്റ്, തമിഴ്നാട്ടിൽ ഇച്ചിരി ദൂരെയുള്ള പേഷ്യന്റ് ഇങ്ങനെ ഫോട്ടോ വെച്ചതാണ്. സ്കിന്നിൽ ഉണ്ടാകുന്ന ലീഷൻസ് ആണ്. അതിന് ഡിസ്ചാർജ് പോലെ വരുന്നുണ്ട്. പല സ്ഥലത്തുണ്ട്. അതിന്റെ ഒരു ഡിഫറെന്റ് വ്യൂസിൽ കാണിച്ചിട്ടുണ്ട്. വേറെ പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വിശപ്പ് കുറവാണ്. പിന്നെ അതിന് ഡിസ്ചാർജ് പോലെ വരുന്നുണ്ട്, രോമം കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇച്ചിങ് ഉണ്ടോ? ഇച്ചിങ് വലുതായിട്ട് ഇച്ചിങ് ഇല്ല, എങ്കിലും ചെറിയ ഇച്ചിങ് ഉണ്ട്. പിന്നെ അതൊരു നോൺ വെജേ കഴിക്കത്തുള്ളൂ. പുവർ ഈറ്റർ ആണ്, മൈൽഡ് ആണ്, ക്യാരക്ടറൈസ് മൈൽഡ് ആണ്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് കിട്ടി. ഡാഷ്. എന്റെ പാത്തോളജി വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രഫൈറ്റിസും ആർണിക്കയും മാറി മാറി കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ അതിനോട് ഇച്ചിരി ടെല്ലൂരിയാണ് കൊടുത്തത്. ടെല്ലൂരിയം പിന്നെ അന്നേരം അയച്ചു കൊടുത്തത്. ബാസിലിനം ഒരു ഡോസ് കൊടുത്തിട്ട് ടെല്ലൂരിയം കൊടുത്തു. ഇപ്പം എന്റെ ഫോണിൽ കിടന്ന ഫോട്ടോ ഉണ്ട്, അതിന്റെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ല, 2-3 ദിവസമായുള്ളൂ. എന്തായാലും ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു റെസ്പോൺസ് കാണിക്കണമെങ്കിൽ 2 വീക്സ് എങ്കിലും പിടിക്കും. എന്താ ഡോക്ടറെ? ഒരു 2 വീക്സ് എങ്കിലും പിടിക്കും എന്റെ ഒരു റെസ്പോൺസ് കാണണമെങ്കിൽ.
എന്നിപ്പോ അതെ നമുക്ക് അതെ അതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് അടുത്ത സ്റ്റാർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ഞാനത് കേസ് വന്ന അത് ഇതാണ് റിംഗ് വേമാണോ റിംഗ് വേമാണെങ്കിൽ ഇതിവിടെ കോമ്പിനേഷൻ ഇതിന്റെ കുറച്ചുകൂടി ഒരു ക്ലോസപ്പ് ഫോട്ടോ ആയിരുന്നു വേണ്ടിയത്. എനിക്കത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് റിംഗ് വേമിന്റെ ഇതുപോലെ തോന്നുന്നുണ്ട്. എല്ലാ ലീഷനും അത് തന്നെയാണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ആ ആ അവരയച്ചെന്ന ഫോട്ടോ ആണ്. അതിന്റെ ഒരു 3 വ്യൂ ഉണ്ട്. ഞാനത് എൻലാർജ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് എൻലാർജ് ചെയ്യുന്നൊക്കെ കാണാം. കൈ കൊണ്ടേ അതിനെ ഒന്ന് കാണാം സ്പോട്ട് ലേക്ക് വീണു ഇത് കാണുമ്പോ തന്നെ കാണാം സ്പോട്ട് ലേക്ക് ഈ ലീഷൻ കാണാം. സ്പോട്ട് റൗണ്ട് സ്മോൾ ആണ്. പിന്നെ അത് പല സ്ഥലത്തുണ്ട്. പിന്നെ അതിൽ നിന്ന് രോമം കൊഴിഞ്ഞു പോകുന്നുണ്ട്. ചെറിയ ഡിസ്ചാർജ് അതിൽ നിന്ന് വരും. എന്തായാലും അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് അടുത്തതിലേക്ക് ഇറങ്ങിയാൽ മതി. സാറേ ഞാനത് അവരിപ്പോ ഡയഗ്നോസിസ് നമുക്ക് അത്ര ഇങ്ങനെ ഒരു മനസ്സിൽ കണ്ടിട്ടില്ല. നമ്മൾ ദൂരെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കണ്ടിട്ടേ ഉള്ളൂ. ഇത് ഇച്ചിങ് പാറ്റേൺ ഒക്കെ ശരിക്കും ഒരു ഓരോരോ മെഡിസിനിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഞാൻ ചോദിച്ചു സാധനങ്ങളാണ്. അത് കുളിക്കുകയൊക്കെ ചെയ്യും. കുളിപ്പിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇത്രയൊക്കെ നമ്മൾ ചോദിച്ചു. പിന്നെ ഇച്ചിങ് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ അല്ല, ചിലത് ഡേ ത്രൂ ഔട്ട് ഉണ്ടാവും, ചിലത് നൈറ്റ് മാത്രമേ ഉണ്ടാവും, സിവിയർ ഇച്ചിങ് ഇല്ല, ചെറിയ ഇച്ചിങ്ങേ ഉള്ളൂ. 4 മണിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ, ചിലത് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ അങ്ങനെ കാരണം നമ്മൾ അതൊരു അലോപ്പത്തിക് സിസ്റ്റത്തിലാണെന്ന് വെച്ചാൽ ഇച്ചിങ്ങിന്റെ പാറ്റേൺ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഹോമിയോപ്പതി പാറ്റേണിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കുന്നേരം അതിലേക്ക് നമ്മള് വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് പോലെ ആ റെമഡിയിലേക്കുള്ള ഞാനത് ചോദിച്ചു സാറേ, എടുത്ത് ചോദിച്ചു. പക്ഷെ റെമഡിയിലേക്കുള്ള വഴി അടുത്ത് വരും. അതെ, ഇത്രയും അവർ ചോദിച്ചെങ്കിലും അവരത് ഇച്ചിങ്ങിന് അവരൊക്കെ എംപ്ലോയീസ് ആണ്. അപ്പൊ അവരിങ്ങനെ പോയിട്ട് വരുമ്പം അങ്ങനെ നോട്ട് ചെയ്ത സംഭവം പറഞ്ഞത്. ഞാൻ ഈ രീതിയിലാണ് അത് എടുത്തത്. പിന്നെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇപ്പൊ സ്കിന്നായാൽ പോലും അതിന്റെ എന്തെങ്കിലും പെക്യൂരിയർ സിംറ്റംസ് വെച്ചിട്ട് നമ്മളൊരു മെഡിസിൻ എടുത്താൽ സ്കിന്നും മാറും, എല്ലാം മാറും. അതാണല്ലോ ഇതിന്റെ ഒരു ബ്യൂട്ടി. പ്രത്യേകത ചോദിച്ചപ്പോ പറഞ്ഞത് മൈൽഡ് ക്യാരക്ടറാണ്, വലിയ അഗ്രസീവ് ഒന്നുമല്ല. പിന്നെ അതിന് നോൺ വെജ് കഴിക്കത്തുള്ളൂ, വെജിറ്റേറിയൻ ഒന്നും കഴിക്കത്തില്ല. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ല, എന്നുവെച്ചാ മോഷനൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. അത്രയൊക്കെ. പിന്നെ ചൊറിച്ചിലിനെ കുറിച്ച് ചോദിച്ചെങ്കിൽ അവർ കുളിപ്പിക്കുമോന്ന് ചോദിച്ചപ്പോ കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ പാറ്റി കണക്ക് വരുന്നുണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് അതൊന്നും അങ്ങനെയൊക്കെ ചോദിച്ചുള്ളൂ. പിന്നെ ഇത്രയൊക്കെ കിട്ടിയപ്പോ ഞാൻ ശരിക്കും വേഗമാണ് കൊടുത്തത്, അത്രേ ഉള്ളൂ. ഞാൻ പറയാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. ബാസിലിനും എത്ര വയസ്സായിട്ട്? വയസ്സ് 3 മറ്റോ വയസ്സുണ്ട്. ഇത്രേ ഉള്ളൂ അല്ലേ? എൻ്റെ ഡാഷിന് 10 വയസ്സായി. അന്ന് 9 വയസ്സായിരുന്നു. വാർദ്ധക്യം തുടങ്ങി. അതാണ്, അവൾക്ക് വാർദ്ധക്യം തുടങ്ങി. ഗീത ഡോക്ടർ എന്തോ സംസാരിക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഗീത ഡോക്ടർ വെറ്റിനറി അല്ലേ? ആയിരിക്കും. അതെ. ഡോക്ടർ എന്തെങ്കിലും ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമല്ലോ. ഡോക്ടർ ഗീത സുരേഷ് ആവാൻ സാധ്യതയില്ല. ഗീത മോഹൻ. ഗീത ഡോക്ടർ ഉണ്ട്, പക്ഷെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല. സലികുമാർ ഡോക്ടർ സംസാരിക്കും. ഡോക്ടറെ കാണാമോ? കാണാം. ഇതാണ് നമ്മുടെ കുമാരൻ. എന്റെ ടിക്കിന്റെ പ്രശ്നം ശരിയായോ?
അല്ല, അത് ടിക്കല്ല. ഇത് ഇവിടെ കൊണ്ടാണ് ഇവർ ചൊറിച്ചില്ല, രണ്ട് അവിടെ അതിങ്ങനെ ചൊറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് മൂളും. അപ്പൊ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് സാറ് കേട്ടണമെന്ന് പറയാൻ പറ്റില്ല, എന്താണ് എന്തിക്കാൻ ഫെലിക്കാൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ആ ആ ഡോക്ടർ സുനിൽ കേട്ട് കാണുമായിരിക്കും. ആ അദ്ദേഹത്തിന് എനിക്ക് ഞാൻ ചെവിയുടെ അകമൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഒന്നുമില്ല, പാരസൈറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, ഒന്നും കാണില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ പശയൊക്കെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും ഭയങ്കരമായിട്ട്. അതൊരു ദിവസം ഒരു 5 പ്രാവശ്യം ചൊറിയും. രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറക്കണ നേരത്ത് കുറച്ച് നേരത്തേക്ക് കുറയും. പിന്നെ ഇത് പെരക്കാത്ത തന്നെ കഴിയുന്ന കഥാപാത്രമാണ്. ആ ആ ഭയങ്കര കുസൃതിയാണ്. ഈ നമ്മുടെ നാട്ടിലധികം ഇല്ല, കോക്കാപ്പൂ എന്ന വെറൈറ്റിയാണ്. ആ കൊക്കപ്പൂ. കോക്ക് സ്പാനിയൽ ആൻഡ് പൂഡിൽ, അത് രണ്ടും കൂടി ചേർന്ന ആ സാധനം. ഈ വശം, ഈ ചെവിയുടെ ഈ വശത്ത് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ആണല്ലേ. കാണുന്നില്ല സാർ, ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? പകൽ സമയത്ത് ഒന്നുകൂടി ഒരു വീഡിയോ ഇപ്പൊ നോക്കാം. കാണാമോ? അതെ കാണാം. കാണാമോ? പക്ഷെ ആടെ ചെറിയ ഇപ്പൊ ഓക്കെ ആയി. ശരിക്ക് കണ്ടൂടാ, ശരിക്ക് കാണാനില്ല സലീം, പോയി കാണാനില്ല. ഫുൾ വ്യൂ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് ക്യാമറയിൽ ഇപ്പൊ കിട്ടുമല്ലോ. അതെ ഓക്കെ. കാണാം. പിന്നെ കണ്ട് ഇടയ്ക്കങ്ങ് ബ്ലാങ്ക് ആയി പോകും. ഏറ്റവും ബുദ്ധി കൂടിയ 3-4 ഇനത്തിൽ വരുന്ന ഒരു സാധനമാണത് ലോകത്തില്. ഇത് വലുതാവില്ല, ഇത്രയൊക്കെ ആവുള്ളൂ. അല്ല, ഇതിന് ഈ ചൊറിക്ക് ടൈം പാറ്റേൺ ഉണ്ടോ? എല്ലാ സമയത്തും ടൈം പാറ്റേൺ എന്ന് വെച്ചാൽ രാവിലെ അഴിച്ചുവിട്ട് ആ തണുപ്പ് വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഉണ്ട്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. ആ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് മൂളും. പിന്നെ ഒരു പട്ടിനെയൊക്കെ വളർത്തുന്ന ആൾ പറഞ്ഞ് നമ്മുടെ ഗന്ധപാല ഇത് പെറ്റൊക്കെ കമ്പനി അതൊക്കെ പറ്റി നോക്കി, ഇത്തിരി കുറഞ്ഞു. പക്ഷെ എന്നാലും ഇത് അറിഞ്ഞുകൂടാ എന്താ വിഷയം എന്നുള്ളത്. അവര് ഹോസ്പിറ്റലുകാർ ടിക്കറ്റ് നോക്കിയിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെ അവരാ ടിക്ക് ഇത് കളയാനായിട്ട് ഒരു ഇത് വെക്കാൻ പറഞ്ഞു. അത് വെച്ചിട്ടാണോ ഒരു കോളർ ഹിറ്റ് അല്ല, ഒരു മരുന്ന് ഈ വശത്തെ അങ്ങോട്ട് അവർ വെച്ചു. അത് അതൊക്കെ ഇപ്പൊ ചെയ്തതാണ്. അതുകൊണ്ടൊന്നും പക്ഷെ ഈ ടിക്സ് ഒക്കെ ഉള്ളതൊക്കെ പോയി. അധികം ചെള്ളൊന്നും അധികം കണ്ടില്ല, എന്തോ ഒരു തടിച്ചാനോ കണ്ടു. എന്നാലും ഈ വശത്ത് വേറെ കുഴപ്പമൊന്നും നോക്കിയിട്ട് കാണില്ല. അതെ. നോക്കാം ഒന്ന് റെഫർ ചെയ്തിട്ട്. ഈ പിന്നെ GNM തിയറി അനുസരിച്ച് പക്ഷെ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്യുന്നില്ല. സെപ്പറേഷൻ ഒന്നും അങ്ങനെ അധികം വരുന്നില്ല. വീട്ടുകാരിലൊക്കെ ഉണ്ടാവും കുറച്ചു നേരമൊക്കെ. അതാണ് ഞാൻ സൾഫർ നമ്മളെ ഇച്ചിങ് റെമഡിയൊക്കെ സൾഫർ അതൊക്കെ കൊടുത്ത് നോക്കി. പക്ഷെ രക്ഷയില്ല. സൾഫർ പൊട്ടൻസി മാറ്റി മറിച്ചൊക്കെ കൊടുത്ത് നോക്കി. സൾഫർ ഇന്റൻസ് ഇച്ചിങ് ആയിരിക്കും, ഭീകരമായ ഇച്ചിങ് ആയിരിക്കും. പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ടെലൂറിയം കൊടുത്ത് നോക്കി, ചെവിയുടെ ഇച്ചിങ്, ചെവിയുടെ ഉള്ളിറങ്ങി അരിച്ചിട്ടൊക്കെ. ചെവി പരിശോധിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവര് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. നോക്കട്ടെ എന്തെങ്കിലും. ഈ 1.5 വയസ്സായിട്ടില്ല. ഇല്ല. ആണാണോ പെണ്ണാണോ അത്? ആണ്. ഭയങ്കര ഈ നമ്മളെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അത് അടുത്ത ഇതിനെ പിന്നീട് സലീംകുമാർ ഡോക്ടർ കോണ്ടാക്ട് ചെയ്യാനല്ലേ? ഞാൻ നോക്കിയിട്ട് പറയാം. ചെയ്താൽ മതി. അനിൽകുമാർ ഡോക്ടറാണോ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? അനിൽകുമാർ ഡോക്ടർ, വേണു ഡോക്ടർ അല്ലേ? അനിൽകുമാർ ഡോക്ടറാണെന്ന് തോന്നുന്നു. IFP ടെക് അനിൽകുമാർ ഡോക്ടർ. സോയ ഡോക്ടർ ശരണില ക്യൂബൻസിസ് എഴുതി. ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഈ ഇവരുടെ നോർമൽ സീലുള്ള ഒരു സാധനമാണെങ്കിലും ഞാൻ കൊടുത്തു നോക്കിയേക്കാം. ഒരു സ്കിൻ റെമഡിയും കൂടി ആയതുകൊണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഒരു QCOM
BTD എന്നും പറഞ്ഞ് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഈ എൻ്റർ ലോക്കിന്റെ ആയോ ഹലോ അറിയാമോ ഡോക്ടറെ? അവർ എൻ്റർ ആയോ ആ QTDM? അതെന്തായി? ആരാണ് ആള് നോക്കൂ, ഞാൻ അതുകൊണ്ട് എൻ്റർ കൊടുക്കാതിരുന്നത്, അറിയാത്തതുകൊണ്ട് ആള് ഒരു സംശയം. ഞാനും പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു. അതെ, സാറ് പല ഒന്ന് കർഷകരോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അതെ 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 കുറച്ചുപേരോട് ഒന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ്രൈസ് ചെയ്യാൻ പറയാം. ഏ? ആ QTDയോട് ഒന്ന് ആൻഡ്രൈസ് ചെയ്യാൻ പറയാം, ആരെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചോദിക്കാം. പേര് അതുകൊണ്ട് ഞാൻ ഇത് എൻട്രി ചെയ്തിട്ടില്ല, അവരെ കണ്ടപ്പോ നിർത്തി. ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു, പേരൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതൊരു പുതിയ ആളാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി കർഷകർ വല്ലതും ആണെങ്കിലും എന്ന് ഓർത്താണ്. ഇല്ല, പക്ഷെ അങ്ങനെ എന്തായിട്ടില്ല. ഒരു പേര് ഒന്നും എൻ്റർ ആയിട്ടില്ല. ഓക്കെ. മുസ്തഫ ഡോക്ടറെ, ഒരു ജനറൽ സംശയം. ഈ പട്ടികൾക്ക് കളറ് തിരിച്ചറിയാനുള്ള പവർ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്ക് ബൈഹാർട്ടില്ല, ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. അങ്ങനെ അറിയാല്ലേ? ഓക്കെ ഓക്കെ. അത് നമ്മളെ പൊതുവെ ഈ ഫസ്റ്റ് ഗ്രേ ആയിട്ട് കാണുള്ളൂ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അല്ല കാണുള്ളൂ അല്ല എന്നൊക്കെ അല്ല അല്ല പറഞ്ഞിട്ടുണ്ട്. കളറില് ഇതുണ്ട് അവർക്ക്. ഉണ്ടല്ലേ? നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം പണ്ട് ഇതാക്കണ്ട. ഒരു സിഗ്നലില് ഇന്ന കളർ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ്, ഇന്ന കളറിൽ സ്റ്റോപ്പ്, അപ്പൊ ഡോഗ് ഏതോ നോക്കുക എന്നെല്ലാം ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ. അങ്ങനെ ഫസ്റ്റ് ഇയറില് മറ്റേ LPM എന്ന് പറഞ്ഞ കോഴ്സിൽ അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഏതാന്ന് എനിക്കിപ്പോ ബുക്ക് വായിച്ച് നോക്കണം പറയണമെങ്കിൽ. പിന്നെ ഇവർക്ക് കേൾവി ശക്തിയുടെ ഒപ്പം തന്നെ കാഴ്ചശക്തി ഉണ്ടോ, അല്ലെങ്കിൽ കാഴ്ചശക്തി കുറവാണോ? കാഴ്ചശക്തിയും ഒരു നല്ല ഇതിൽ വരെ ഉണ്ട്. അത് 10 meters വരെ ഷാർപ്പാണ്, അങ്ങനെ എന്തോ കണക്കുണ്ട്. ഓരോരോ റേഞ്ച് ഉണ്ട്. പക്ഷെ 10 meters വരെ ഷാർപ്പ്, ഞാൻ അതിന്റെ ഇതുപോലൊരു ചാർട്ട് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ എന്റെ ഈ വെറൈറ്റി ഇവരൊക്കെ ശരിക്കും ഈ മഞ്ഞുള്ള രാജ്യത്ത് വളർന്ന ടൈപ്പ് ആയിരിക്കില്ലേ ഇവരൊക്കെ? അതെ 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 അതെ. ഇതിനെയൊക്കെ നമ്മളെങ്ങനെ മറ്റേ കുളിപ്പിക്കുന്നു? ഹണ്ടിങ് ടൈപ്പിന് നല്ല ഇതുണ്ട്, കാഴ്ചശക്തി ഉണ്ട്. നമ്മളിവിടുത്തെ രാജപാളയം പോലത്തെ സ്കീമുകൾ. ഓക്കെ ഓക്കെ. ഇതിനൊക്കെ എങ്ങനെ കുളിപ്പിക്കുന്നതിനൊക്കെ എന്തെങ്കിലും കണക്കുവല്ലോ ഉണ്ടോ? കുളിപ്പിക്കുക ചില പുസ്തകത്തിൽ കുളിപ്പിക്കൽ അത്ര ഗുണകരമല്ല എന്ന് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതിൽ അവര് പറയുന്ന ഒരു ഹോമിയോപ്പതിന്റെ തന്നെ ഒരു ഡോഗിന്റെ മാനേജ്മെന്റ് ഒരു ബുക്ക് മുമ്പ് കിട്ടിയിരുന്നു. ഇപ്പൊ എവിടെയാ വെച്ചെന്നറിയില്ല. അതിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുട്ട ഫുള്ളായിട്ട് ആദ്യം നനച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ലൂപ്പ് വാം വാട്ടറിൽ ഒരു 15 minutes കഴിഞ്ഞിട്ട് ഒരാൾ വെള്ളം ഒഴിക്കുക, മറ്റേ ആള് അതിങ്ങനെ ഷാമ്പു പോലെ ഇതാക്കിയാൽ വളരെ നല്ലതാണ്. വൺസ് ഇൻ എ വീക്ക് അത് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. കുറെ സ്കിൻ കണ്ടീഷൻസിനൊക്കെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നതിന് പകരം മുട്ട ഉപയോഗിക്കുന്നു. ആദ്യം ജസ്റ്റ് ഒരു ലൂപ്പ് വാം വാട്ടർ ഇതിനെ സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് മുട്ട വേണ്ടത്ര ക്വാണ്ടിറ്റി 2 മുട്ട 3 മുട്ട ഒക്കെ വേണ്ടി വരും. മൊത്തം ശരീരത്തിൽ പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഒരു 1/2 hour 15 to 1/2 hour കഴിഞ്ഞാൽ വേറൊരാൾ വെള്ളം ഒഴിക്കുന്നു, മറ്റേ ആളിങ്ങനെ അതിനെ ഫോം ചെയ്തിട്ട് ഇത് കഴിയുന്നു. അങ്ങനെ ചെയ്യുന്നത് സ്കിന്നിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇതിനൊക്കെ നല്ലതാണെന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകം വഴിയുള്ളത് ഹോമിയോപ്പതിന്റെ തന്നെ. ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡോഗ് വിത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയൊരു ബുക്കാണ്. അതിപ്പോ എന്റെ അടുത്ത് നിന്ന് ആരോ വാങ്ങിയിട്ട് തിരിച്ചിട്ടിട്ടില്ല. ഒരു ചെറിയ ബുക്കാ, അത്ര ഒരു ഹാൻഡ് ബുക്ക് പോലത്തെ ഒരു സാധനം. സാധാരണ പട്ടികൾക്ക് കുളിക്കാൻ താല്പര്യമല്ലേ കൂടുതലും? ചില കക്ഷികൾ ഇഷ്ടം ഉണ്ടാവില്ല. കേൾക്കാമോ? കേക്കാം. ഹലോ അതെ. നേരത്തെ ഓഡിയോ എന്തോ തകരാറായിരുന്നേ. നമസ്കാരം ഡോക്ടറെ, ഞാൻ ഡോക്ടർ അനിൽകുമാർ. അതെ, അല്ലല്ല, ഹോമിയോ. എന്റെ വൈഫ് ഡോക്ടർ ജ്യോതിലക്ഷ്മി ഉണ്ട്. സംസാരിക്കും. ഗുഡ് ഈവനിങ്.
ഓഡിയോ ഇല്ല. കേൾക്കുന്നില്ല. ഓടിയോ ഓടിയില്ല. ഇപ്പൊ കേക്കാവോ? ആ ഇപ്പൊ കേക്കാം. ഇപ്പൊ കേക്ക്- ആ, ആ, പറഞ്ഞോ. ക്ലിയർ ഇല്ല, ആവുന്നില്ല ഒന്നും. മാഡം പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇല്ല വീഡിയോ ഇല്ല. ഓഫ് ചെയ്ത് നോക്കൂ. ആ സാറിനെ വീഡിയോ കാണുന്നുണ്ട്. ക്ലിയർ ആണ്. കട്ടായി. ഇപ്പൊ കേക്കാം. ഇപ്പൊ കേക്കാം. ആ ക്ലിയർ ക്ലിയർ. ആ. അതെ, അനിൽകുമാർ ഡോക്ടർ ഇരിക്കുന്നിടത്തോട്ട് ഇരുന്നാ കൊള്ളാം. ഡോക്ടർ പറയുന്നത് കേൾക്കാം. അനിലിന്റെ ഫോണിൽ സംസാരിച്ചാലും മതി. അനിലിരിക്കുന്നോടത്ത് ഇരുന്നിട്ട്. ചേട്ടൻ പറ. ആ മതി. അതായത് അനിൽ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങോട്ടൊന്ന് മാറി ഇരുന്ന് സംസാരിച്ചാൽ അത് ഞാൻ കേൾക്കും. പറയുന്നത് ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഇപ്പം കേൾക്കുന്നുണ്ട്. ഇപ്പം കേൾക്കുന്നുണ്ട്. ഇവിടെ നെറ്റ് കുറവാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളെ വീട്ടിലെ പട്ടിക്ക് മെഗാ ഈസോഫാഗസ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്തിരുന്നു. ഞാൻ അത് പറഞ്ഞിരുന്നു ഒരിക്കൽ ഡോക്ടറോട്. അത് നമ്മൾ കലോട്രോപ്പിസിക്സും ബെർബറിസ് വൾഗാരിസ് ടിഞ്ചറും കൊടുത്തു. അത് ഇപ്പം മാറി ഏകദേശം. ഇപ്പൊ ഫുഡെല്ലാം കഴിക്കുന്നു. മറ്റേ മിക്സിയിൽ അരച്ചാണ് ചോറൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 6 മാസം അല്ലേ ചേ? 6 മാസമാവും. 6 മാസമായിട്ട് അതിന് ബ്രസ്റ്റിന്റെ സൈഡിലായിട്ട് ഒരു ട്യൂമർ വന്നു. അങ്ങനെ അത് വെറ്റിനറി ഡോക്ടറെ അടുത്ത് അച്ഛൻ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അത് എന്തോ ടെസ്റ്റ് ഒക്കെ ചെയ്തു, ബയോപ്സി ഒക്കെ ചെയ്തപ്പോ റിപ്പോർട്ട് ഉണ്ടോ കയ്യില്? ക്യാൻസറസ് ആണ്, മാലിഗ്നന്റ് ഗ്രോത്ത് ആണെന്നാ പറഞ്ഞേ. അപ്പൊ അച്ഛൻ പറഞ്ഞ് സർജറി ഒക്കെ ചെയ്യാൻ, അതിപ്പോ 12 വയസ്സായി അതിന്. അപ്പൊ അതുകൊണ്ട് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ നോക്കാൻ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കൊടുത്തത് ഹൊയാങ്നാൻ ടിഞ്ചറും കുർക്കുമ ടിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് രാവിലെയും വൈകിട്ടും 5 ഡ്രോപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ട്യൂമറും കൂടി വന്നു. അതിന്റെ സൈഡിലായിട്ട് വേറൊന്നും കൂടി വന്നു നീളത്തില്, ഇച്ചിരി നല്ല കല്ലിപ്പൊക്കെ ഉള്ള. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെർക്സോൾ വണ്ണം, തൂജ വണ്ണം, ഹെപ്പാറസൾഫ് വണ്ണം, ഇങ്ങനെ ബാലേന്ദ്ര സാറിന്റെ പ്രോട്ടോകോള് അത് കൊടുത്തു. പിന്നെ 20 ദിവസം കൂടുമ്പോ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ 2-3 മാസം കൊടുത്തു. ഇപ്പൊ അച്ഛൻ പറഞ്ഞ ആ രണ്ടാമത് വന്ന മുഴ കംപ്ലീറ്റ് പോയി. ഇപ്പൊ ആദ്യത്തെ ഒരു മുഴ ഉണ്ട്, പക്ഷെ സൈസ് കുറഞ്ഞു, നല്ലോണം സൈസ് കുറഞ്ഞു. ആൾ ആക്റ്റീവ് ആണ്, ഫുഡൊക്കെ കഴിക്കുന്നു. മെഗാ ഈസോഫാഗസിന്റെ കംപ്ലൈന്റേ ഇല്ല. ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്ക ചേട്ടാ അവളിപ്പോ ഇവിടെ ഉണ്ട്, ഞങ്ങള് അച്ഛന്റെ വീട്ടിലുണ്ട്. കാണിച്ചു കൊടുക്ക. കാണിക്ക്. അവിടെ ഇരിക്കാം. ഇതാണ് ആള്. കാത്തു ഞങ്ങളുടെ കാത്തു. ഇപ്പൊ എന്നിട്ട് തല താഴ്ത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇപ്പൊ കഴിക്കും. ഇപ്പൊ അരച്ചു കൊടുക്കണ്ട. ഇപ്പം അച്ഛൻ ചോറ് പാത്രത്തിൽ വെച്ച് കൊടുക്കും, അപ്പത്തേക്കും കഴിച്ചോളും. ചവച്ച് കഴിക്കുന്നുണ്ട്. മറ്റത് മിക്സിയിൽ അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തല പൊക്കി പിടിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഛർദിക്കുമായിരുന്നു. കൊടുക്കുമ്പത്തേക്കും തന്നെ കഴിക്കുന്ന ഫുഡ് കുറച്ച് കഴിയുമ്പോ അങ്ങ് ഛർദിക്കുമായിരുന്നു. ഇപ്പൊ അതില്ല. അങ്ങനെ ഒരു കേസ് ഇവിടുന്ന് വന്നിരുന്നു, അത് ഡെത്തായി പോയി. അത് പിന്നെ തീരെ അങ്ങ് കാറ്റക്സിയ വന്ന് അലമ്പായി പോയി. ശരി. ഇപ്പൊ കേക്ക് കൊടുത്തു, ചേട്ടൻ കൊടുത്തു, കേക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ് ആള്. കാണാമോ? കൊടുത്ത് 2 മരുന്ന് പറഞ്ഞ ക്രോട്ടാലസും ഹൊയാങ്നാൻ ടിഞ്ചറും കുർക്കുമ ടിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ട് 5 തുള്ളി രാവിലെ 5 തുള്ളി വൈകിട്ടും കൊടുത്തു. അത് ട്യൂമറിന്. അതിന് മുമ്പ് ട്യൂമറിനല്ല, അത് മെഗാ ഈസോഫാഗസിന് കൊടുത്തതാ. കൊടുത്തത് മെഗാ ഈസോഫാഗസിന് കൊടുത്തത് കലോട്രോപ്പിസിക്സും ബെർബറിസ് വൾഗാരിസ് ടിഞ്ചറും കൊടുത്തത്. കലോട്രോപ്പിസ് 3 നേരം, പിന്നെ പിൽസി കൊടുത്തു. അവർക്ക് പിൽസ് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് ബെർബറിസ് രാവിലെ വൈകിട്ടും 10 തുള്ളി വെച്ച് കൊടുത്തു. ഓക്കെ ഡോക്ടർ, നല്ലൊരു അനുഭവം.
ഇതിൽ ആ, നിന്നെല്ലാം മനസ്സിലാകുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന ആ പെറ്റിനോടുള്ള സ്നേഹവും അവർക്ക് അതെ ആ അസുഖം മാറുമ്പോൾ ഉള്ള സന്തോഷവും അത് ഒന്ന് അതെ വേറെ തന്നെ. ഉം, ശരിക്കും പറഞ്ഞാൽ അത് അതെ അതെ അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതെ, ആൾക്കാർക്ക് ശരിയാ അതിനോടുള്ള അറ്റാച്ച്മെന്റിനനുസരിച്ചിട്ടാണ് റിസൾട്ടും കിട്ടുക. അതെ അത് അച്ഛനും അമ്മയ്ക്ക് വലിയ ഹോമിയോ സന്തോഷം. അവര് രണ്ടും മാത്രമേ ഉള്ളൂ, അവർക്ക് കൂട്ട് ഈ പട്ടിയാളെ. അല്ല അപ്പൊ ഈ അതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആകെ ഡിപ്രസ്ഡ് ആവും. അപ്പൊ ഇപ്പൊ അവര് ഹാപ്പിയാണ്. അതെ അതെ, ഇതേപോലെ ഈ ഹോമിയോനോട് മാനസികമായ ചിറ്റമ്മ നയം നടത്തുന്ന ആൾക്കാരെ കേസ് റിസൾട്ട് വളരെ കുറവായിരിക്കും. അതെ അതെ നന്ദി ഡോക്ടർ. ഏതായാലും ഓക്കെ സന്തോഷം. ഡോക്ടർ, താങ്ക് യു ഡോക്ടർ സുഖമായിരിക്കുന്നതിൽ സന്തോഷം. ഓക്കെ. നമുക്ക് ഇനി 2 മിനിറ്റ് മാത്രമാണുള്ളത്. ഇത്രയും സുഖമില്ലാത്തൊരു അവസ്ഥയിൽ മുസ്തഫ ഡോക്ടർ നമുക്കൊന്ന് ക്ലാസ് എടുത്തു. അതിന് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അനിൽകുമാർ ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? അനിൽകുമാർ ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം. എന്തായാലും ഭയങ്കര ഗംഭീരമായ സംഭവമായിരുന്നു. അതായത് ഇപ്പൊ ഈ വെറ്റിനറിക്ക് നമുക്ക് ഹോമിയോപ്പതിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ മാറി എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കാളും ആക്ഷനാണ് ഇപ്പൊ പട്ടിക്ക് കിട്ടിയത്. അതിപ്പോ അവര് ക്യാൻസർ എന്ന് പറഞ്ഞ് 12 വയസ്സായ പട്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിട്ട കേസാണ്. എന്നാലും ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇപ്പം രമാദേവി ഡോക്ടർ പറഞ്ഞ പോലെ കുറെ കാശ് പോകും, അത്രേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കൂല. പട്ടി അത് ഇപ്പോൾ ഫുള്ളി ചെയ്ത് ഹീൽ ചെയ്യുന്നവരെ അടുത്ത നിപ്പിളിലേക്ക് അത് വരും. പക്ഷെ ഇതുവരെ ഇല്ല. അത് 12 വയസ്സായില്ലേ, അതിപ്പോ എന്തായാലും ഒരു ദിവസം അല്ല, സംഭവിക്കും. നമ്മള് സർജറിയിൽ പോയാൽ തന്നെ ഒരു വേറെ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇമലേക്ക് വരും. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് മാറ്റാൻ പറ്റുമെന്ന് ഇതിപ്പോ എങ്ങനെ സമൂഹത്തിനെ അറിയിക്കാനെന്ന് എനിക്കും ഐഡിയ ഇല്ല. നമ്മള് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി അല്ല, അപ്പൊ അതുകൊണ്ട് ഡോക്ടറുടെ സംഭാവന എന്ന് പറയുന്നത് ലോകം അറിയേണ്ടതാണ്. അപ്പൊ ഞങ്ങളിവിടെ കൊടുത്തു നോക്കി പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് IFPHന്റെ ക്ലാസ്സിൽ ഇനി വീണ്ടും വീണ്ടും വന്ന് ഡോക്ടർ അറിവ് പങ്കുവയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു വെരി താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദി അനിൽകുമാർ ഡോക്ടർ. എന്തായാലും സാറിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ വീട്ടില്? അതെ 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 വീട്ടിൽ തന്നെയാണോ? അതെ 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 നമ്മൾ ഫാം വിസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും. ഓ ഇപ്പൊ ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ ചുമയും പനിയൊക്കെ ആയിട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. സലാമിനെ അതുപോലെ തന്നെ ഫീൽഡിൽ കണ്ടതിൽ വലിയ സന്തോഷം. അബ്ദുൾ അതെ അതെ സലാം, അതെ അതെ അതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. സലാം, ഗുഡ് നൈറ്റ്. താങ്ക്സ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. മുപ്പറാണ് നമ്മൾ IFPHലേക്ക് കൊണ്ടുവന്ന കക്ഷി. അതെ, ഒരുപാട് പേരെ അങ്ങനെ കൊണ്ടുവരികയും സലാം കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനെ വളരെയധികം നന്ദിയുണ്ട് സാറിനോട്. പ്രൈം മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നേ മൻ കി ബാത്തില്, അതായത് ആന്റിബയോട്ടിക് അധികം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു വിവാദമായിട്ടുണ്ട്. ഒരു പേഷ്യൻസിൽ വ്യത്യാസമുണ്ട് ഇപ്പോഴും. കാരണം ആന്റിബയോട്ടിക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നില്ല. യൂറിനറി ഇൻഫെക്ഷനും പിന്നെന്താണ് ബാക്കിയുള്ള വലിയ രോഗങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. എല്ലാം റെസിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ആ സംഭവം നമ്മൾ മുതലെടുത്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ശ്രമിക്കാം. നമ്മളെ സ്ഥിരം കർഷകര് എത്രയോ കാലമായി ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നില്ല. അതെ അതെ എന്തായാലും പാല് പ്യുവർ പാലാണ്. അതെ 4 മാസത്തിന് മുമ്പ് മനോരമയിൽ ഒരു 1/2 പേജ് ഡോക്ടറുടെ ക്ലിയർ ആയില്ല. 2050 ക്യാൻസറും ബാക്കിയുള്ള രോഗം വന്ന് മരിക്കുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. ബ്രേക്ക് ആയി പോകുന്നുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം. ഇപ്പോഴോ കേൾക്കാമോ? ഹലോ, കേൾക്കാം. അതായത് 2050 ആകുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ മരിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊണ്ട്. അപ്പൊ അപ്പോഴാണ് ഹോമിയോപ്പതിയുടെ റോള് വരുന്നത്. കേട്ടോ പറഞ്ഞത്? അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നന്ദി അനിൽകുമാർ ഡോക്ടർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇത്രയും സുഖമില്ലാത്തൊരവസ്ഥയിലും ഡോക്ടറുടെ വിളി വന്നതനുസരിച്ച് മുസ്തഫ ഡോക്ടർ ഇന്ന് നമ്മളോടൊപ്പം
ക്ലാസ് എന്ന് പറയാനില്ലായിരുന്നു. ക്ലാസ് എന്തെങ്കിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതും ഡോക്ടറിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചികിത്സാനുഭവങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വീണ്ടും സാറ് ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ 1952 പ്രതിദിന സൂം വെബിനാർ ഡോക്ടർക്ക് തൃപ്തിയായില്ലെങ്കിലും ഞങ്ങൾക്ക് തൃപ്തിയായി, വളരെയധികം തൃപ്തികരമായി നടത്തി. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഡോക്ടറെ ഇതിൽ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് ശരിക്കും. തീർച്ചയായിട്ടും ഇനി പെൻഷനായ സ്ഥിതിക്ക് അടിക്കടി വന്ന് ഡോക്ടറുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മളുടെ 1952 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി. ശുഭരാത്രി.